ധന്യമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ മുമ്പിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം പറയുന്നു. ഞാൻ എഫേസ്യ ലേഖനം രാവിലെ ഇരുന്ന് ധ്യാനിച്ചപ്പോൾ ഒന്നുകൂടെ ദൈവത്തോട് അടുക്കാൻ എനിക്ക് കർത്താവ് കൃപച്ചു. എൻ്റെ 2-ാം അധ്യായം പഠിക്കുമ്പോൾ നമ്മൾ പ്രകൃതിയിൽ ജാതികളായിരുന്നു, ദൈവമില്ലാത്തവരായിരുന്നു, ദൈവത്തിൽ നിന്ന് അകന്നവരായിരുന്നു. ആ സ്ഥാനത്ത് 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: മുമ്പേ ദൂരസ്ഥരായ നിങ്ങളിപ്പോൾ ക്രിസ്തയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമയസ്ഥരായിത്തീർന്നു. ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വില, രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. ആഴമായി ചിന്തിച്ച് ധ്യാനിച്ച് പഠിച്ചെങ്കിലേ കണ്ണീര് വരുവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. പ്രൈസ് ദി ലോർഡ്. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം കണ്ടോ, ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്തിൽ നീക്കി വേർപാടിന് നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തമ്മിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏകസ്വരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവത്തോട് നിരപ്പിച്ചത് കൊണ്ടാണ് പഴയ നിയമത്തിലെ ന്യായപ്രമാണം എന്ന ശത്രുത്വം അവൻ തകർത്തു. അതുകൊണ്ടായി വികലാംഗന് ഈ ഫുൾവീറ്റിൽ നിൽക്കാനിടയായത്. പ്രൈസ് ദി ലോർഡ്. ഈ വചനം ചിന്തിച്ചാൽ, പഴയ നിയമം ചിന്തിച്ചാൽ ദൈവസന്നിധിയിൽ വരുവാൻ നമുക്ക് ഒരു യോഗ്യതയുമില്ല. പൂക്കണ്ണന് പോലും വരാൻ പറ്റില്ല, ഒരു വിരൽ കൂടിയവന് പോലും വരാൻ പറ്റില്ല. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണെന്ന്, യേശുവിന്റെ രക്തം, ഹല്ലേലൂയ, സ്നേഹത്തിന്റെ ഏത് മഹാസ്നേഹത്തിന്റെ ജീവൻ അവൻ നമുക്ക് തന്നപ്പോ അതൊന്ന് ഓർക്ക് ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ഓർത്ത് നടന്നും ഇരുന്നും കരഞ്ഞും ഒക്കെ ഓടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതെൻ്റെ അനുഭവമാണ്. ഈ വചനത്തിൽ കൂടിയാണ് ഞാൻ നിലനിൽക്കുന്നത്. സ്തോത്രം. ദേവദാസനെ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, പ്രവചിക്കും, ഇതെല്ലാം പറയുന്നുണ്ട്. കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല. എന്നിട്ട് അവിടെ പറഞ്ഞിട്ട് പ്രൈസ് ദി ലോർഡ്, മത്തായി സുവിശേഷം 7-ാം അധ്യായം, പെട്ടെന്ന് എനിക്കത് അതൊന്ന് മനസ്സിലാക്കണം, ദൈവമക്കളെല്ലാം മനസ്സിലാക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് അതങ്ങ് പറയുക. അതിൻ്റെ 7-ാം അധ്യായം 22 മുതലാണ് വായിക്കുന്നത്. ആ നാളിൽ എന്നോട് പറയും, ഞാൻ ഒരു നാളും നിങ്ങളെ എന്തിട്ടില്ല. അടുത്ത വാക്ക്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ, പ്രൈസ് ദി ലോർഡ്, അധർമ്മമൂർത്തിയുടെ വ്യാപാര ശക്തി ഇന്നുണ്ട്. എടുക്കാം 2 തെസ്സലോനി 2-ാം അധ്യായം അതിൻ്റെ 7 മുതൽ വായിച്ചേ. ഇതും ദൈവമക്കള് പെന്തക്കോസ്തുകാർ പഠിച്ചിരിക്കണമല്ലോ. ഇപ്പോൾ വെളിപ്പെട്ടു വരും. എന്ത് ചെയ്യണം? തടസ്സപ്പെടുത്തുന്ന ഒരു കൂട്ടരുണ്ട്, അവരിവിടുന്ന് മാറണം. സഭ എടുക്കപ്പെടുമ്പോൾ ഇവൻ പൂർണ്ണമായി വെളിപ്പെടും. മനസ്സിലായോ? ഇപ്പോഴും അതിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ആ ശക്തി കൊണ്ട് എന്താ ചെയ്യുന്നത് എന്ന് താഴോട്ട് വായിച്ചാട്ടെ. അധർമ്മ മൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. ഇത് അത്ഭുതം ചെയ്യും, അടയാളം ചെയ്യും, എല്ലാം ചെയ്യും. അത്ഭുതത്തിൻ്റെ പിറകെയല്ലേ നമ്മൾ ഓട്ടം, അടയാളത്തിൻ്റെ പിറകെയല്ലേ ഓട്ടം.
നമ്മുടെ ഉള്ളിൽ അത്ഭുതമന്ത്രി ഇല്ലേ? ഇല്ലേ? മഹത്വത്തിന്റെ പ്രത്യാശ ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇത് പെന്തക്കോസ്തുകാർ നന്നായി പഠിച്ചിരിക്കണം. ഒരു അത്ഭുതം കാണുമ്പോൾ, അടയാളം കാണുമ്പോൾ, ഒരു കള്ളപ്രവചനം കേൾക്കുമ്പോ അതിന്റെ കൂടെ തുള്ളാൻ പോകരുത്. പൗലോസും ശീലാസും ഇങ്ങനെ ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ, പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോ ഒരു വെളിച്ചപ്പാടച്ച് പറയുന്നു, ഇവർ രക്ഷാമാർഗം പറഞ്ഞു കൊടുക്കുന്നവർ. ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ ഇവർ രക്ഷാമാർഗം പറയുന്നവരാണെന്ന്? എന്നിട്ട് അവിടെ വരയ്ക്കുന്നത്, അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൊള്ളത്തില്ല. അവർക്ക് സത്യം വേണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ അധർമ്മമൂർത്തി ആരാന്നറിയാമോ? അധർമ്മം എന്താണെന്നറിയാമോ? എടുക്കാം 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം എന്നിട്ട് എൻ്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചേ. 3:5. പാപം അധർമ്മം തന്നെ. അതിന് മുകളിലത്തെ വാക്യം നേരത്തെ, പാപം ചെയ്യുന്നവരെല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. മനസ്സിലായോ? അത് അതിന്റെ 8-ാമത്തെ വാക്യം, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മോനാ. അവന്റെ പ്രവൃത്തി എന്താണെന്നറിയാ? കെട്ടുക. പ്രൈസ് ദി ലോർഡ്. പിശാച് നിന്നെ ബന്ധിക്കുമെന്ന്, നിന്നെ കെട്ടും എന്ന് പറഞ്ഞാൽ നിന്റെ മുമ്പോട്ടുള്ള വഴി തടയും, കെട്ടി ഉറപ്പിക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അവന്റെ പ്രവൃത്തിയെ അഴിക്കുന്നവനാ നമ്മുടെ കർത്താവ്. എടോ, അവൻ ഇടത്തൂടെ കെട്ടിയാൽ വലത്തൂടെ അഴിക്കുന്നവനാ നമ്മുടെ ദൈവം. യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു കാര്യം കൂടെ ഓർക്കണം. എന്താ ഈ അധർമ്മം കൂടുന്നറിയാമോ? അധർമ്മം വരുമ്പോൾ ദൈവമക്കളെ സ്നേഹമില്ലെന്നേ. എഴുതേ മത്തായി സുവിശേഷം അതിന്റെ 24-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. 11 വായിച്ചേ. 11-12. അധർമ്മം വരുന്നുണ്ട്. കണ്ടോ? നിനയുണ്ട്. ആത്മാവിന് അന്യഭാഷ പറയും, തുള്ളും, ചാടും. ആത്മാവിന്റെ ഫലമുണ്ടോ? ഒന്നാമത്തെ ഫലം എന്താ? ഈ സ്നേഹമില്ലാതെ അന്യഭാഷ പറയരുത്. അത് മുഴങ്ങുന്ന ജമ്പ. ഇല്ല, മനസ്സിലായോ? ബൈബിള് കയ്യിലുണ്ട്, വായിക്കത്തില്ല, നോക്കത്തില്ല, ധ്യാനിക്കത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യും? പ്രസംഗത്തിന് നേരെ കൈ ചൂണ്ടും. ഇല്ല, മനസ്സിലായോ? പെന്തക്കോസ്തുകാരുടെ വഴക്കായത്, വെളിയിലുള്ളവരല്ല. യേശുവിന്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ട പ്രത്യാശയോടിരിക്കുന്ന ദൈവമക്കളുള്ള ദൂതായത്. ഇതൊന്നും പറഞ്ഞ ആർക്കും ഇഷ്ടപ്പെടത്തില്ലെന്നേ. കുത്തിപ്പഴുത്തിരിക്കുക. ആ മോളിക്കൂടെ ചെറിയ എണ്ണ അങ്ങോട്ട് വീശി ഇങ്ങനെ തൂക്കുകയാണെ നല്ല രസമാണ്. അല്ല, മനസ്സിലായോ? ഒന്ന് കുത്തി അങ്ങോട്ട് പൊട്ടിച്ചെന്ത് ചെയ്യണം? ഞെക്കണം. ഇന്ന് ഞെക്കാനും പറ്റത്തില്ല, കുത്തി പൊട്ടിക്കാനും പറ്റത്തില്ല. പിന്നെ ഭയങ്കര പ്രശ്നമാണ്. തല മുഴുവൻ തീരമല്ലേ. പ്രൈസ് ദി ലോർഡ്. ഇന്നിതൊന്നും പറഞ്ഞാൽ ആരും അംഗീകരിക്കത്തില്ലെന്നേ. അംഗീകരിക്കത്തില്ലെന്നറിയാം. ദൈവപ്രിയമില്ലാത്തവരായി, ഭോഗപ്രിയരായി, ഭക്തിയുടെ എന്ത് ചെയ്യുക? വേഷം ധരിച്ച് ദൈവത്തിന്റെ ശക്തി എന്ത് ചെയ്യുക? ഇപ്പം ഭക്തിക്കാലത്ത് ശക്തി ഉണ്ടെന്നേ. ഭക്തി എന്ന് പറഞ്ഞാൽ ദൈവ ഭയത്തിനകത്ത് ഒരു ശക്തിയുണ്ട്. മനസ്സിലായോ? ദൈവമക്കൾ ഇതൊക്കെ കേൾക്കണം. ദൈവം നമ്മെ മുൻ നിയമിച്ചത്, ഞാൻ എഫേസ്യ ലേഖനത്തിൽ വായിച്ചു കഴിഞ്ഞപ്പോ, മുൻ നിയമിച്ചത് ദൈവം വിളിക്കുമെന്നേ. വിളിച്ച ദൈവമാ നീതീകരിക്കുന്നത്. നീ സ്വയനീതി നടക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം ഇന്നിവിടെ വന്നിട്ടുണ്ട്. മത്തായി 25 കൂടെ ഒന്ന് വായിച്ചേ. മത്തായി 25-ന്റെ
12-ാമത്തെ വാക്യം കൂടെ. കണ്ടോ? രണ്ടാമതൊരു കൂട്ടരോട് പറഞ്ഞു, 10 പേര് മണവാളനെ എതിരേക്കാൻ പോയി, 5 പേര് എണ്ണയെടുത്തു, 5 പേര് എന്ത് ചെയ്യില്ല? എണ്ണയില്ല. പ്രൈസ് ദി ലോർഡ്. എണ്ണയുള്ളവർ ഇങ്ങനെ ഇരിക്കുക. മണവാളന്റെ വരവ്, അഭിഷേകം നിന്റെ അകത്ത് തുളുമ്പുവെങ്കിൽ മണവാളനെ കാത്തിരിക്കുന്ന 10,000 പേരുകളിൽ പരമസുന്ദരനായ ആത്മമണവാളന് വേണ്ടി നീ കാത്തിരിക്കും. നമ്മൾ ഇവിടുത്തുകാരല്ല ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വരാൻ പോകുന്നത് മണവാട്ടിയെ ചേർക്കാനാ. പ്രത്യാശ വേണമെന്നേ. ഈ ലോകത്തിന്റെ കുറെ ജ്ഞാനം കൊണ്ട് നടന്നാൽ ദൈവത്തിന് തന്നെ ഭോഷത്വമാ. പ്രൈസ് ദി ലോർഡ്. ഭോഷത്വമായവരെയും ദൈവം തെരഞ്ഞെടുക്കും കേട്ടോ, യേശുവിൻ്റെ നാമത്തിൽ. വല്ല മനസ്സിലാകുന്നുണ്ടോ? ഇത് തലയിലോട്ടൊന്ന് കയറണം. പ്രൈസ് ദി ലോർഡ്. എന്ത് ചെയ്തു? മണവാളം വന്നു. എന്ത് ചെയ്തെന്നറിയാമോ? പെട്ടെന്ന് എണ്ണയുള്ളവരോട് ചോദിച്ചാൽ പറഞ്ഞു, അതേ ഞങ്ങൾക്കും നിങ്ങൾക്കും എന്ത് ചെയ്യുക, പോരാതെ വഴിയാൽ എന്ത് ചെയ്യുക, നിങ്ങൾ കടയിൽ പോയിക്കോളും. അർദ്ധരാത്രിക്ക് ഈ കന്യകമാർ ഏത് കടയിലാണ് പോകുന്നത്? ഇതൊരു അർദ്ധരാത്രിയാ കേട്ടോ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വരുന്നു. കന്യകമാരായിരിക്കുന്നവരോർത്തോണം, എണ്ണ നീ കരുതിക്കൊള്ളണം. നീ രാത്രി പോയാൽ കിട്ടുകയല്ല. അല്ലെങ്കിൽ അവർ എണ്ണയെ വാങ്ങിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞാലും കർത്താവ് പറയും, ഞാൻ നിന്നെ അറിഞ്ഞിട്ടില്ല. ഒരു നല്ല ദൂത ഇന്ന് പ്രൈസ് ദി ലോർഡ് ദൈവദാസൻ തന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. പ്രൈസ് ഗോഡ്. ഇത് വരാതിരിക്കേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഇവിടെ പ്രൈസ് അങ്കട് പറഞ്ഞ ദൂതിന്റെ കണക്ട് ചെയ്തെന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അത്ഭുതത്തിന്റെയും അടയാളത്തിന്റെയും പുറകെ പോകുകയല്ല വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ എണ്ണയുണ്ടോ എന്ന് ചോദിക്കുന്നത്. പണ്ട് പാട്ടുകാരൻ പാടുമായിരുന്നു, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ. ഓ നിർമ്മലമാം നീതി വസ്ത്രം, ഓ നിർമ്മലമാം നീതി വസ്ത്രം, ഓ പ്രത്യാശയോടിത ഭക്തരങ്ങുണരുന്നേ. ഓർക്കും തോറും രമ്യ, ഓ പ്രത്യാശ ഭക്തരങ്ങുണരുന്നേ. വന്നുദിക്കും ഓർക്കും തോറും, ഓ ഭാരിലാരും പാടും പാട്ടു നമ്മൾ ഓ ഭാരിലാരും ചൂടിടാത്ത, ഓ ആമേൻ, ഭാരിലാരും ചൂടിടാത്ത വാടാമുടി ചൂടോ സഹിച്ചതാ. നാഥനായി ഓ പ്രത്യാശയോടിതാ വന്നുദിക്കും പൊന്നുഷസ്. ഓർക്കും തോറും, ഓ പ്രത്യാശയോടിതാ Praise the Lord. Hallelujah. Praise the Lord. ദൈവം തന്ന ഒരു ആലോചന അങ്ങ് പെട്ടെന്ന് പറഞ്ഞാൽ ദൈവദാസൻ്റെ കൂടെ തന്നത്. അതുപോലെ എന്നെ ഈ തരത്തിൽ കർത്താവ് സമീപേ കൊണ്ടുവന്നല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. സമയം കർത്തദാസന് നന്ദി പറയുന്നു. ദൈവം